Hey guys, this is LitSure. We make sure you win. LitSure അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. UGC നെറ്റിൻ്റെ ജനറൽ പേപ്പറിലെ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന സെക്ഷനാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. താരതമ്യേന കടുപ്പമുള്ള പല വിദ്യാർത്ഥികളെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഈ കടുപ്പമുള്ള ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന ഭാഗത്തെ ഏറ്റവും ലളിതമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്താണെന്ന് അറിയുക. കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഈസ് എനി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിലേറ്റ്സ് ടു കാറ്റഗറീസ് ഓർ ക്ലാസ്സസ് ഓഫ് ഒബ്ജക്ട്സ്. രണ്ട് കാറ്റഗറീസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്ന് പറയുക. ആൻഡ് ദർ ആർ 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്. 4 തരത്തിൽ നമുക്ക് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്നും അതിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് 4 തരത്തിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്? ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. Second one is universal negative. Third one is particular affirmative. And fourth, particular negative. A, E, I, O എന്നിങ്ങനെയുള്ള 4 ലെറ്റേഴ്സും ഉണ്ട്. ഈ 4 പ്രൊപ്പോസിഷനെ നമുക്ക് സൂചിപ്പിക്കാം. A, E, I, O. എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് കാണാം. യൂണിവേഴ്സൽ അഫർമേറ്റീവ് വിച്ച് ഈസ് A. അതിൻ്റെ ഉദാഹരണമാണ് all civil servants are corrupt. Universal negative E. No civil servant is corrupt. Particular affirmative, third one, I. Some civil servants are corrupt. And fourth one, particular negative, that is O. Some civil servants are not corrupt. അപ്പോൾ നോക്കൂ, ഇവിടെ 2 കാറ്റഗറീസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രൊപ്പോസിഷൻസ് ഉള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് സിവിൽ സെർവൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, മറ്റേത് ദോസ് ഹു ആർ കറപ്റ്റ്, കറപ്റ്റ് പീപ്പിൾ എന്ന് പറയുന്ന, അല്ലെ കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ. അപ്പോൾ ഈ 2 സെക്ഷനെ, ഈ 2 കാറ്റഗറീസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ 4 പ്രൊപ്പോസിഷൻസും വരുന്നത്. അപ്പോൾ 4 പ്രൊപ്പോസിഷൻ തമ്മിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്ന സ്ക്വയറിനെയാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുക. ഇവിടെ തന്നിട്ടുള്ളതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം കേട്ടോ. ഇപ്പോൾ ഓൾ സിവിൽ സർവൻസ് ആർ കറപ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഓൾ എസ് ഇസ് പി എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓൾ എസ് ഇസ് പി എന്നതിന് പകരം ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രൊപ്പോസിഷൻസ് വളരെയധികം നിങ്ങളുടെ ചോദ്യപേപ്പറുകളിൽ, നെറ്റ് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉദാഹരണങ്ങളും സെൻറ്റൻസുകളും മാത്രമേ ഓർമ്മയുണ്ടാവുകയുള്ളൂ. അതൊക്കെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ആണെന്നോ അതിന് ഇത്തരത്തിലുള്ള പേരുകളും ക്ലാസിഫിക്കേഷനും ഉണ്ട് എന്നോ അറിയുന്നുണ്ടാവില്ല. അവിടെയാണ് നമ്മളിത് കൃത്യമായി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്ത് വരുന്ന എല്ലാ ചോദ്യവും എളുപ്പത്തിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ 4 പ്രൊപ്പോസിഷൻസ് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു സ്ക്വയർ മാത്രമാണ് ക്ലാസിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ ഈ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സ്ക്വയർ ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ 4 പ്രൊപ്പോസിഷനെയും സൂചിപ്പിക്കുന്ന A, E, I, O എന്നിങ്ങനെയുള്ള ലെറ്റേഴ്സ് 4 ഭാഗത്തായിട്ട് എഴുതുന്നു. ദെൻ അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ വരക്കുന്നു. ദെൻ സ്ക്വയറിനെ ഡയഗണലായിട്ട് നമ്മൾ 2 ലൈൻസ് കൂടി ചേർക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനായി. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലൈൻസൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. വെറുതെ 4 വരകൾ വരക്കുന്നതല്ല, ഓരോ വരയും ഓരോ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നറിയണം, അത് അടയാളപ്പെടുത്തണം. നോക്കൂ, A ആൻഡ് O ആൻഡ് I ആൻഡ് E, ഈ 2 പേയേഴ്സ് ഉണ്ട്. ഡയഗണലായിട്ട് 2 ലൈൻസ് ബന്ധിപ്പിക്കുന്ന പേയേഴ്സാണ്. ആദ്യത്തത് A ആൻഡ് O, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആൻഡ് പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ് ഒരു പെയർ. സെക്കൻഡ് പെയർ എന്ന് പറയുന്നത് E ആൻഡ് I ആണ്. അതായത് യൂണിവേഴ്സൽ നെഗറ്റീവും പെർട്ടിക്കുലർ അഫർമേറ്റീവും. അപ്പോൾ ഈ 2 പേയേഴ്സാണ് കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പിലുള്ളത്.
ദെൻ അടുത്ത റിലേഷൻഷിപ്പ് നോക്കൂ, ഏറ്റവും മുകളിൽ ഉള്ള എ ആൻഡ് ഡി ബന്ധിപ്പിക്കുന്ന ലൈൻ കാണാം. അത് കോൺട്രറി ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും. സോ ദേ ആർ ഇൻ എ കോൺട്രറി റിലേഷൻഷിപ്പ്. ഇനി അടുത്ത റിലേഷൻഷിപ്പാണ് സബ് കോൺട്രറീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നേരെ പാരലായിട്ട് താഴെ കാണാം ഐയും ഓയും. അതായത് പെർട്ടിക്കുലർ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും തമ്മിൽ സബ് കോൺട്രറി എന്ന റിലേഷൻഷിപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ദെൻ അതിനുശേഷം ഇതിന് നേരെ ലംബം ആയിട്ട് രണ്ട് ലൈൻസ് പാരലായിട്ട് നിങ്ങൾക്ക് കാണാം. സബാൾട്ടേൺസ് എന്നാണ് രണ്ട് റിലേഷൻഷിപ്പിനെയും സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തേത് എയും ഐയും തമ്മിലാണ്, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും പെർട്ടിക്കുലർ അഫർമേറ്റീവും തമ്മിലാണ്. രണ്ടാമത്തേത് ഇയും ഓയും, അതായത് യൂണിവേഴ്സൽ നെഗറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും തമ്മിലാണ്. അപ്പോൾ കോൺട്രഡിക്ടറീസ് എന്ന പേരിൽ രണ്ട് പേയേഴ്സ് ഉണ്ട്, സബാൾട്ടേൺസ് എന്ന റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേയേഴ്സ് ഉണ്ട്, ദെൻ ഒരു കോൺട്രറി പെയർ ഉണ്ട്, അടുത്തത് സബ് കോൺട്രറി പെയറാണ്. അപ്പോൾ ഈ 4 റിലേഷൻഷിപ്പും എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. വി ആർ എക്സ്പ്ലെയിനിങ് ദ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. നിങ്ങളെ പലരെയും ഒരുപാട് കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുള്ള ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആദ്യത്തെ റിലേഷൻഷിപ്പ് കോൺട്രഡിക്ടറി. നമ്മൾ പറഞ്ഞു ഡയഗണൽ ആയിട്ടുള്ള രണ്ട് പേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കോൺട്രഡിക്ടറി എന്ന് പറയാൻ കാരണം ടു പ്രൊപ്പോസിഷൻസ് ആർ സെറ്റ് ടു ബി കോൺട്രഡിക്ടറി ഇഫ് ബോത്ത് കനോട്ട് ബി ട്രൂ ഓർ ബോത്ത് കനോട്ട് ബി ഫാൾസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം രണ്ടും ശരിയാവില്ല, രണ്ടും തെറ്റുമാവില്ല. അത്തരത്തിലുള്ള പേയേഴ്സിനെ കോൺട്രഡിക്ടറി എന്ന് പറയുന്നു. ഇവിടെ എവറി എസ് ഈസ് പി ആൻഡ് സം എസ് ഈസ് നോട്ട് പി. അത് രണ്ടും ഒരുമിച്ച് ശരിയാവില്ല, ഒരുമിച്ച് തെറ്റുമാവില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെ കോൺട്രഡിക്ടറി എന്ന് പറയുന്നു. രണ്ടാമത്തത് നോ എസ് ഇസ് പി ആൻഡ് സം എസ് ഇസ് പി. അതായത് നോട്ട് പെർട്ടിക്കുലർ യൂണിവേഴ്സൽ നെഗറ്റീവും അതുപോലെ പെർട്ടിക്കുലർ അഫർമേറ്റീവും. ഇത് രണ്ടും അതുപോലെ തന്നെ ഒരുപോലെ ശരിയോ ഒരുപോലെ തെറ്റോ ആവില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ കോൾഡ് കോൺട്രഡിക്ടറി. അപ്പോൾ ഈ രണ്ട് പേയേഴ്സിനെ നമ്മൾ കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നു. കാരണം ഒരേ സമയം ശരിയോ തെറ്റോ ആവാൻ ഈ പേയേഴ്സിന് കഴിയില്ല എന്നുള്ളതാണ്. അടുത്തത് കോൺട്രറി റിലേഷൻഷിപ്പാണ്. ഏതൊക്കെ പ്രൊപ്പോസിഷൻസ് ആണ് കോൺട്രറിയിലുള്ളത്? എ ആൻഡ് ഡി, അതായത് എവറി എസ് ഈസ് പി ആൻഡ് നോ എസ് ഈസ് പി. യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവുമാണ് കോൺട്രറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണം ടു പ്രൊപ്പോസിഷൻസ് ആർ സെറ്റ് ടു ബി കോൺട്രറി ഇഫ് ദേ കനോട്ട് ബി സൈമൾട്ടേനിയസ്ലി ട്രൂ. അപ്പോൾ ഒരേ സമയം ട്രൂ ആവാൻ വേണ്ടി പറ്റില്ല, എന്നാൽ ഒരേ സമയം ഫാൾസ് ആകാം. ഒരേ സമയം ട്രൂ ആവാൻ പറ്റില്ല, എന്നാൽ ഒരേ സമയം ഫാൾസ് ആകാം. ആ റിലേഷൻഷിപ്പിനെയാണ് കോൺട്രറി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ സബ് കോൺട്രറി. സബ് കോൺട്രറി എന്ന് പറയുന്നത് ടു പ്രൊപ്പോസിഷൻസ് ക്യാൻ ബി ബോത്ത് ട്രൂ, അതായത് ട്രൂ ആവാം, പക്ഷേ ദേ കനോട്ട് ബി ബോത്ത് ഫാൾസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, കോൺട്രറിയുടെ നേരെ ഓപ്പോസിറ്റാണ്. രണ്ട് പ്രൊപ്പോസിഷൻസിന് ഒരേ സമയം ഫാൾസ് ആകാൻ പറ്റില്ല, എന്നാൽ ഒരേ സമയം ട്രൂ ആവാം. അതിനെയാണ് സബ് കോൺട്രറി എന്ന് പറയുക. അപ്പോൾ ഇവിടെ സബ് കോൺട്രറിയിലുള്ളത് ഐ ആൻഡ് ഒ, അഥവാ സം എസ് ഈസ് പി ആൻഡ് സം എസ് ഈസ് നോട്ട് പി. പെർട്ടിക്കുലർ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവുമാണ് സബ് കോൺട്രറി റിലേഷൻഷിപ്പിൽ ഉള്ളത്. ദെൻ ദ ഫൈനൽ വൺ സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന പേര് ഓർക്കുന്നുണ്ടാവും. ഇതിൻ്റെ സബാൾട്ടർനേഷൻ എന്ന് പറയാം. അപ്പോൾ സബാൾട്ടേൺ അഥവാ ആൾട്ടർനേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദേ ഷോ എ ജനറൽ ടു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ്. അതായത് ഒരു യൂണിവേഴ്സൽ ടു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പാണ് അത് കാണിക്കുന്നത്. ദേ ഡിഫർ ഓൺലി ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ റിലേഷൻഷിപ്പ് പോലെ ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫാൾസ് ആകും, അല്ലെങ്കിൽ ഒന്നിച്ച് ട്രൂ ആവാൻ വേണ്ടി പറ്റില്ല, ഒന്നിച്ച് ഫാൾസ് ആവാൻ വേണ്ടി പറ്റില്ല. അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ബാധകമല്ല. കാരണം ഒന്നിച്ച് ട്രൂ ആവാം, ഒന്നിച്ച് ഫാൾസും ആകാം. അതിന് മറ്റേതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ റിലേഷൻഷിപ്പുകൾ തമ്മിലില്ല. ഇവിടെ രണ്ട് പേയേഴ്സാണുള്ളത്. അവരുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ്. നോക്കൂ, ഈ പേയേഴ്സ് നോക്കൂ, എ ആൻഡ് ഐ, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും പെർട്ടിക്കുലർ അഫർമേറ്റീവും. എവറി എസ് ഇസ് പി ആൻഡ് സം എസ് ഇസ് പി.
അപ്പോൾ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എവരി സം എന്നുള്ളതാണ്. എല്ലാവരും എന്നുള്ളത് രണ്ടാമത്തെ സെൻറ്റൻസിലെത്തിയപ്പോൾ കുറച്ച് പേർ എന്നതാവുന്നു. അപ്പോൾ ആ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. അതുപോലെ നെക്സ്റ്റ് പെയർ എന്ന് പറയുന്നത് ഇ ആൻഡ് ഒ. നോ എസ് ഇസ് പി, സം എസ് ഇസ് നോട്ട് പി. അതായത് അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആൻഡ് പെർട്ടിക്കുലർ നെഗറ്റീവ്. ഈ രണ്ട് പെയറാണ് അടുത്ത സബാൾട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോൺട്രഡിക്ടറീസ് ആയിട്ട് രണ്ട് പെയേഴ്സ് കാണാം. അത് ഒരേ സമയം ശരിയോ തെറ്റോ ആവാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് കോൺട്രഡിക്ടറീസ് എന്ന് വിളിക്കുന്നത്. ദെൻ കോൺട്രറി എന്ന് വിളിക്കുന്നതിനെ ഒരേ സമയം ശരി ആവാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഒരേ സമയം ഫോൾസ് ആവാം. അതുകൊണ്ടാണ് എ ആൻഡ് ഡി ആർ കോൾഡ് ആസ് കോൺട്രറി. ദെൻ ഐ ആൻഡ് ഒ ആർ കോൾഡ് ആസ് സബ് കോൺട്രറീസ്. കാരണം അതിന് കോൺട്രറിയുടെ നേരെ ഓപ്പോസിറ്റാണ് വരിക. അതിന് ഒരേ സമയം തെറ്റാവാൻ വേണ്ടി പറ്റില്ല, എന്നാൽ ഒരേ സമയം ട്രൂ ആവാൻ വേണ്ടി പറ്റും. ദെൻ സബാൾട്ടേൺസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ടു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ ഇതാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ UGC NET ജനറൽ പേപ്പറിൻ്റെ പാർട്ടുകൾ നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സോ ഡു വാച്ച് ദെം, ഡു ഫോളോ us. This is Litshore Academy and we make sure you win. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.